ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. യേശുക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ജീവവചനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളത്തിൽ മുണ്ടൂർ സേതുമാധവൻ്റെ കരയുന്ന ഉണ്ണിയാർച്ച എന്നൊരു കൃതിയുണ്ട്. കടൽ തീരത്ത് കപ്പലണ്ടി വിറ്റ് ഉപജീവനം നടത്തുന്ന ഉണ്ണിയാർച്ച എന്ന പെൺകുട്ടിയുടെ ജീവിത കഥയാണ് മുണ്ടൂർ സേതുമാധവൻ വരച്ച് കാണിക്കുന്നത്. കപ്പലണ്ടി വിറ്റുകൊണ്ട് കടൽ തീരത്തുകൂടി നടക്കുമ്പോൾ തന്നെ പരിഹസിക്കുകയും തന്നോട് അപമര്യാദയായി പെരുമാറുകയും തന്നോട് കമൻ്റ് അടിക്കുകയും ചെയ്യുന്നവരോട് ഉണ്ണിയാർച്ച ഉറച്ച സ്വരത്തിൽ പറയുന്നൊരു മറുപടിയുണ്ട്. എൻ്റെ രാഘവേട്ടനൊന്ന് വന്നോട്ടെ, എല്ലാത്തിനെയും ശരിയാക്കി തരാം. അവളെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നയാളാണ് രാഘവേട്ടൻ. അയാൾ നൽകുന്ന സ്നേഹവും പിന്തുണയുമാണ് ഇതുപോലുള്ള ഉറച്ച മറുപടികൾ നൽകുവാൻ ഉണ്ണിയാർച്ചയെ പ്രാപ്തിയാക്കുന്നത്. ഒരു ദിവസം രാത്രിയിൽ കച്ചവടമൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് മദ്യപാനികളാൽ അവൾ ആക്രമിക്കപ്പെടുന്നു. രക്ഷ നേടുവാനായി അലറി വിളിച്ചുകൊണ്ട് അവൾ ഓടുകയാണ്. പക്ഷെ പുറകിൽ നിന്ന് ആരൊക്കെയോ അവളെ തള്ളി നിലത്തിട്ടു. എതിർത്ത് നിൽക്കുവാൻ വേണ്ടി പുറകോട്ട് തിരിഞ്ഞ് കൈകൾ ഉയർത്തുമ്പോൾ ആ മുഖം കണ്ട് അവൾ ഞെട്ടിത്തെരിച്ചുപോയി. പിന്നെ അവൾ നിലത്ത് മുഖം പുത്തിയിരുന്ന് കരഞ്ഞു. കാരണം മറ്റൊന്നുമായിരുന്നില്ല, അവൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന രാഘവേട്ടൻ്റെ കൈകളാണ് അവളെ ആക്രമിക്കുവാനായി നീണ്ടുവന്നത്. പഴയ ചരിത്രം തന്നെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. BC 44 സീസറിൻ്റെ ജീവിത കാലഘട്ടം. റോമൻ സെനറ്റർമാർ സീസർക്കെതിരെ തിരിയുന്നു. സീസറിനെ ആക്രമിക്കുമ്പോൾ സീസർ തിരിച്ചും ആക്രമിക്കുന്നു. എന്നാൽ തൻ്റെ പിന്നിൽ നിന്നും കത്തികൊണ്ട് കുത്തുന്നത് തൻ്റെ ഏറ്റവും വിശ്വസ്തനായ ബ്രൂട്ടസ് ആണെന്ന് തിരിച്ചറിയുന്ന സീസർ ആക്രമണമെല്ലാം നിർത്തി മരണത്തിന് മുമ്പിൽ കീഴടങ്ങിയാണ്. മരിച്ചു വീഴുന്നതിന് മുമ്പ് സീസർ തിരിഞ്ഞു നിന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. യു ടു ബ്രൂട്ടസ്, ബ്രൂട്ടസ് നീയും ഇവരുടെ കൂടെ കൂടി എന്നെ ചതിക്കുകയാണ് എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ അർത്ഥം. ബാക്കി 11 പേരെ പോലെയും തന്നെ എല്ലാ അത്ഭുതങ്ങൾക്കും സാക്ഷ്യം വഹിച്ചവനായിരുന്നു യൂദാസ് എന്ന കർത്താവിൻ്റെ ശിഷ്യൻ. അപ്പം വർദ്ധിപ്പിക്കുന്നതും രോഗികളെ സൗഖ്യമാക്കുന്നതുമൊക്കെ കണ്ട് പഠിച്ച ശിഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട യൂദായും ഈ 2 പേരെ അയക്കുമ്പോൾ അവരുടെ കൂടെ പോയി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് തിരികെ കർത്താവിൻ്റെ തിരുസന്നിധി വന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കാണും. പക്ഷേ 30 വെള്ളിക്കാശിൻ്റെ കിലുക്കത്തിൽ സ്വന്തം ഗുരുവിനെ ഉറ്റുകൊടുത്തവനായി അവൻ ചരിത്രത്തിൽ പേര് നേടി. ഇന്ന് ബ്രൂട്ടസും യൂദായും രാഘവേട്ടനുമൊക്കെ കളിയാടുന്ന ഒരു ലോകത്താണ് നാമൊക്കെ ജീവിക്കുന്നത്. അവരുടെയൊക്കെ മുഖം പലപ്പോഴും നമ്മളിലും ചുറ്റുമുള്ളവരിലും കാണാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ വേദനാജനകമാണ്. എന്നാൽ ഇവരൊക്കെ ജീവിതത്തിൽ എന്ത് നേടി എന്ന ചോദ്യത്തിന് പലപ്പോഴും നിരാശാജനകമായ ഉത്തരം കണ്ടെത്തേണ്ടി വരും. BC 42 നടന്ന യുദ്ധത്തിൽ ബ്രൂട്ടസ് പരാജയപ്പെടുകയും പിന്നീട് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു എന്ന് ചരിത്രം പറഞ്ഞു പഠിപ്പിക്കുന്നു. ഗുരുവിനെ ഒറ്റുകൊടുത്ത യൂദാസും സ്വന്തം ജീവിതം അവസാനിപ്പിക്കുകയാണ്. മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും ജീവിതത്തിൽ നേടുന്നതൊന്നും ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാവുകയില്ല എന്ന് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് പലപ്പോഴും നാം പോലും അറിയാതെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുകയും അവരെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്ത് പലതും ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ തിരിച്ചറിയേണ്ട സത്യം ഒന്ന് മാത്രമാണ്: മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും നേടുന്നതൊന്നും ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാവുകയില്ല. നമുക്ക് അനുഗ്രഹത്തിന് കാരണമാകണമെങ്കിൽ ദൈവം സന്തോഷത്തോടെ തരുന്നത് ഉപയോഗിച്ച് അധ്വാനിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കണം. പഴയ നിയമത്തിലെ ഏറ്റവും വലിയ ചതിയുടെ ഒരു കഥയുണ്ട്. സ്വന്തം സഹോദരനായ ഏശാവിനെ വഞ്ചിച്ച് ജ്യേഷ്ഠാവകാശവും എല്ലാ അനുഗ്രഹങ്ങളും തട്ടിയെടുത്തുകൊണ്ട് ദൂരദേശത്തേക്ക് പോകുന്ന യാക്കോബിൻ്റെ ജീവിതം. പക്ഷേ
അതിനേക്കാൾ വലിയ ചതിയാണ് യാക്കോബിന് അവിടെ നേരിടേണ്ടതായിട്ട് വന്നത്. ഭാര്യയെ സ്വന്തമാക്കുവാൻ അനേക വർഷങ്ങൾ അടിമയെ പോലെ കഴിയേണ്ടി വന്ന യാക്കോബിൻ്റെ ജീവിതം തിരികെ തൻ്റെ സഹോദരൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ ഏറെ നിരാശയോടെ സഹോദരൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കരഞ്ഞ് കേണപേക്ഷിക്കുന്ന അനുഭവം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. നമുക്ക് ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ നേടിയെടുക്കണമെങ്കിൽ, ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് അനുഗ്രഹത്തിലൂടെ തന്നെ കിട്ടേണ്ടിയിരിക്കുന്നു. ചതിയും വഞ്ചനയും ഒന്നും ജീവിതത്തിൽ ഒരിക്കലും നല്ലതിനാകില്ല. അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാം. ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ ജീവിതത്തിൽ നല്ലതിനായി ഉപയോഗിക്കാം. അതിന് ഏവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്കായി കരുതുന്നവൻ